മനുഷ്യനെ നിയന്ത്രിക്കാൻ വേണ്ടി മേളില് ഒരുത്തൻ ഇരുന്ന് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആളുകൾ പേടിക്കും. അതുകൊണ്ടാണ് എല്ലാവരും മേളോട്ട് നോക്കുന്നത്. മേളിൽ ഈ പ്രപഞ്ചത്തിന് മേളും താഴെയൊന്നും ഇല്ല. നിങ്ങൾ മേപ്പോട്ട് പോയി ചന്ദ്രനിൽ പോയി നിന്ന് നോക്കിയാൽ ഭൂമി മേളിലാ നിൽക്കുന്നത്. കാല് താഴെയാണെന്ന് നമ്മൾ വിചാരിക്കുന്നതുകൊണ്ടാണ്. അല്ലാതെ മേളും താഴെയൊന്നും ഉള്ള പ്രപഞ്ചമല്ല ഇത്. മേളിലോട്ട് നോക്കിയാൽ നമ്മൾ ആകാശത്താണ് ഇരിക്കുന്നത്. ഭൂമി ആകാശത്തായിരിക്കുന്നത്, ആകാശം മേളിലല്ല. നമ്മൾ ഇതൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ ആകാശത്താണ് നമ്മൾ കസേരയിട്ട് ഇരിക്കുമ്പോ ആകാശത്തായി ഇരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കി ഇതൊന്നും അറിയാതെ ഇതുപോലുള്ള കഥകള് ശുദ്ധ അസംബന്ധം പിടിച്ച പഴഞ്ചന്മാരുണ്ടാക്കിയ ഈ കഥകളെല്ലാം വായിച്ചിട്ട് അതൊക്കെയാണ് വിശ്വാസമായിട്ട് കൊണ്ടുനടത്തുന്നത്. നമ്മൾ എന്ത് പറയും? നിങ്ങൾ തന്നെ ആലോചിക്കുക. ആളുകളെ ഉപയോഗിക്കാൻ വേണ്ടി, പേടിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഉമ്മാക്കിയാണ് ദൈവം. നിന്നെ കൈകാര്യം ചെയ്യും. ചത്തു കഴിഞ്ഞാൽ തീയിലിട്ട് പൊരിക്കും എന്ന് പഠിപ്പിച്ചാൽ മര്യാദയോടെ ഇരിക്കും. അത്രേ ഉള്ളു. ഞാനെന്താ പറയുന്നത്? എന്നെ നിങ്ങളെയൊക്കെ ദൈവം ഉണ്ടാക്കിയെന്നാണല്ലോ പറയുന്നത്. എന്നാ ഞാനിങ്ങനെ മിണ്ടുന്ന നേരത്തിന് എന്തിനാണ് ഈ വിവരമുള്ള ദൈവം ഉണ്ടാക്കുന്നത്? അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലയോ ഞാൻ ഉണ്ടാകുന്നെന്ന് പറയുന്നത്. വിവരമുള്ള ഒരു ദൈവം സർവജ്ഞനാണെന്നാണല്ലോ പറയുന്നത്. ഒന്നിനെ തിന്നുന്ന തരത്തിൽ ലോകത്ത് ഉണ്ടാവുമോ? പുല്ല് തിന്നുന്ന ആടിനെ കാണാം. ആ പുല്ല് വളരുന്ന പുല്ലിന് വേണ്ടിയാണ്, അല്ലാതെ ഈ ആട് തിന്നാനല്ല. ആടിനെ തിന്നുന്ന ഈ ആട്ടിടയന്മാര്, യേശുക്രിസ്തുവൊക്കെ ഇങ്ങനെ ആടിനെ എടുത്താ നിൽക്കുന്നത്. ആടിന് വേണ്ടിയാണെന്ന് തോന്നുമല്ലോ. ലോകത്ത് ഏതെങ്കിലും ആട്ടിടയൻ ആടിനെ വളർത്തിയത് ആടിന് വേണ്ടിയാണോ? ഇതൊക്കെ നമ്മളിങ്ങനെ പുത്തനൊക്കെ ഇങ്ങനെ ആടിനെ കൊണ്ട് നടക്കുന്നതാണ്. നിഷ്കളങ്കമായി ഈ സകലതിനെ തലയടിക്കുന്ന ഈ ആടിനെ പറ്റിയാണ് പറയുന്നത് നിഷ്കളങ്ക ജീവി. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പുല്ല് ഇങ്ങനെ നിൽക്കുമ്പോ ഒരു കടുവ വരുന്നു, ഒരു മാൻ വരുന്നു. ഏതിനെ കണ്ടാണ് ആ പുല്ല് പേടിക്കും? കടുവ പാവം ദൈവം പോകുന്നെന്ന് പറയുന്നില്ലേ? അതുകൊണ്ടാണ് ആരുടെ വശത്തു നിന്ന് കാണുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തു പറയത്തില്ലേ, നിന്നെ ഞാൻ മീനെ പിടിക്കുന്നതല്ല മനുഷ്യനെ പിടിക്കാൻ പിടിക്കും എന്ന് പറയത്തില്ലേ? ഈ മീനൊക്കെ അവിടെ നമുക്ക് പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണോ? എല്ലാം ദൈവം സൃഷ്ടിച്ച് നമുക്ക് ഇങ്ങ് തന്നു എന്ന് പറഞ്ഞ കഥ പറയും. അതിനോടൊക്കെ മര്യാദക്ക് പെരുമാറുന്ന ഒരു മനുഷ്യനുണ്ടോ? കുതിരയുടെ പുറത്ത് കയറി നമ്മൾ പോകുമ്പോ കുതിരയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ഇയാളെ നിങ്ങളുടെ മേളിൽ കയറി ഇരുന്നിട്ട് ഞാനിങ്ങനെ പോയ ഭയങ്കര ഇഷ്ടമില്ലേ? ഇവിടുത്തെ ആനപ്രേമികളെ പോലെയാണ്. ആനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പാപ്പാനോട്. കരയും ഒക്കെ ചെയ്യുമെന്നാണ്. എന്ത് കഥ വേണേ പറയും.